വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ എഴുന്നേറ്റ് കുറച്ച് മുമ്പ് എഴുന്നേറ്റേ ഉള്ളൂ. അപ്പോൾ ഡോറൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് പല്ല് തേക്കാന്ന് കരുതിയിട്ട്. ഇപ്പോൾ സമയം 7 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി അടുക്കളയിൽ കയറണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങണം. അപ്പോൾ കുറേ ദിവസങ്ങളായി വീഡിയോസ് ശരിക്കും വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടോ. കുറേ ദിവസങ്ങളായി നമ്മൾ എന്താ പറയുക, ഡാൻസ് പ്രാക്ടീസ് കാര്യങ്ങളുടെ അതായത് 6-ാം തീയതി 5-ാം തീയതി 4-ാം തീയതി ആ ഒരു സമയം കണ്ടാണ് എനിക്ക് തോന്നുന്നു വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ ദിവസങ്ങളായി ഇതുപോലെ തോന്നുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് പോക്കും അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും ഒന്ന് ഫ്രീ ആയിട്ടുണ്ടായിരുന്നത്. ഇന്നലെയാണെങ്കിൽ കാജലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണ് നിറച്ചു കാജലാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ തുടച്ച് പോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും കംപ്ലീറ്റ് പോയിട്ടില്ല കേട്ടോ. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, നിങ്ങളും അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തൊക്കെയുണ്ട്, നമ്മുടെ ഫാമിലി ഇപ്പം 6K ആയിട്ടുണ്ട്. വെറും 10-12 ദിവസങ്ങൾ കൊണ്ടാണ് 5-ന്ന് 6-ലേക്ക് മാറിയത്. ഒരുപാട് സന്തോഷം. ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. കാരണം ഒരിക്കലും എക്സ്പെക്ട് ചെയ്തല്ല ഇത്രയെങ്കിലും എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളത്. കാരണം അങ്ങനെയാണ്. പിന്നെ എന്തൊക്കെയുണ്ട്, കുറേ ദിവസങ്ങളായി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് നമ്മളെ എന്താ പറയുക, അംഗനവാടിയിലെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാര്യമായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, അങ്ങനെ വീഡിയോസ് ഓൾറെഡി ഞാൻ മുൻപേ എടുത്ത് വെച്ചതൊക്കെ ഇങ്ങനെ എന്താ പറയുക കിടപ്പുണ്ട്. അപ്പോൾ അതൊന്നും എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പറ്റാത്തതുകൊണ്ട് മെമ്മറി എന്താ പറയുക വളരെ കുറവാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു അതൊക്കെ വീഡിയോസ് ഓരോന്ന് അപ്ലോഡ് ചെയ്തതിന് ശേഷം വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാന്നുള്ളത്. അത് കാരണം കൊണ്ടും അതേപോലെ പഴയ വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്യണം എന്നൊക്കെയുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ഇന്നിപ്പോൾ ചെയ്തിട്ടുമില്ല. ഇനിയിപ്പോൾ ഒന്ന് അമ്പാടീനെ അംഗനവാടിയിൽ വിടുവാണെങ്കിൽ അതിന് ശേഷം കുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. പിന്നെ നിങ്ങളുടെ വിശേഷം എന്തൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ കൂടുതൽ ഇനിയും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, നമ്മളിപ്പോൾ ഞാനിപ്പോൾ കിച്ചണിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വീട്ടിലാണെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഞങ്ങൾ ഈ ഒരു ദിവസങ്ങൾ കൊണ്ട് ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത്. അജേട്ടനും അമ്പാടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഞാൻ എഴുന്നേക്കുന്നപ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ ഏട്ടൻ ചിലപ്പം ഇപ്പം എന്താ പറയുക ജിമ്മിൽ പിന്നെയും റീജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക ഒരു 7-8 മണി ആ ഒരു സമയത്തിനുള്ളിലൊക്കെ പോയാൽ മതി. കാലത്തെ എഴുന്നേറ്റ് പോകുമ്പോൾ ചില ദിവസം മടി പിടിച്ചിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക ഇപ്പോൾ 7-8 മണി ആ സമയത്ത് പോയാൽ മതിയല്ലോ, അതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഇല്ല. പിന്നെന്താ, അമ്പാടി ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് നോക്കിയിട്ട് അംഗനവാടിയിൽ വിടും. കാരണം ഈ ഒരാഴ്ചയെ പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ സാറ്റർഡേ അല്ല. അപ്പോൾ ഇന്നെങ്കിലും നോക്കിയിട്ട് വിടാമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ഒരാഴ്ച പോകാണ്ട് എത്ര ദിവസങ്ങളായി അവനും ഒരു ഇതുണ്ടാവും. അപ്പോൾ ജലദോഷം മാറാത്തത് കാരണം തോന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പിട്ട് പനിക്കുക. പനീനെ മരുന്ന് കൊടുക്കുമ്പോൾ ഓക്കെ ആവും, എല്ലാ ദിവസവും പിന്നെയും പനിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെയാണ്. കാണിച്ചപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നൊരു കുഞ്ഞൊരു മോർണിംഗ് റൂട്ടീൻ വീഡിയോ പോലെയാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പാചകത്തിലോട്ട് അങ്ങ് കിടക്കാം അല്ലേ. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ
ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഡിസംബർ 16 ഷൂട്ട് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. വളരെ നേരത്തെ ആയിപ്പോയി എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതാ കിച്ചണിലേക്കൊക്കെ വന്ന് ആദ്യം തന്നെ വിൻഡോസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഫ്രഷ് എയറൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതാ പുട്ടിൻ്റെ പൊടിയൊക്കെ ഓൾറെഡി നനച്ച് വെച്ചായിരുന്നു. ഞാനിതാ പുട്ടും പാനിയിലേക്ക് പെട്ടെന്ന് തന്നെ പുട്ടൊക്കെ നിറച്ച് വെച്ചു. പിന്നെ അജയേട്ടൻ ജിമ്മിൽ പോകുന്ന ആ ഒരു സമയത്ത് തന്നെ ഞാനിപ്പം വെള്ളമൊക്കെ ബോട്ടിൽ നിറച്ച് വെക്കും കേട്ടോ. കാരണം ഇടയ്ക്കെങ്ങാനും മറന്നു പോയി കഴിഞ്ഞാൽ വന്നാലും ഇവിടെ കോലാഹലമായിരിക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെള്ളമൊക്കെ എടുത്ത് വെച്ചു. അതിനുശേഷം പിന്നെ ചെറുപയർ കറി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അതിനുള്ള ഒക്കെ കുക്കറിലേക്ക് ആക്കി ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ സമയം ചുമ്മാ ഇരിക്കേണ്ടതെന്ന് കരുതിയിട്ട് ആദ്യം അമ്പാടീനെ എടുത്തുകൊണ്ടാണ് തൂത്തുവാരി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവനൊന്ന് സെറ്റായ പിന്നെ ഞാൻ അവിടെ സോഫയിൽ ഇരുത്തിയിട്ട് ഞാൻ ഇതാ തൂത്തുവാരിയിടാണ്. അകവും കോനാലും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിടാന്ന് കരുതി കേട്ടോ രാവിലെ തന്നെ. ഇന്നിപ്പോൾ അമ്പാടീനെ അംഗനവാടിയിൽ വിടുന്നുണ്ട്. കുറേ ദിവസമായി, ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ചയോളമായി പോവാത്തത്. അപ്പോൾ അവനും എന്തൊക്കെയോ ഒരു ഇതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ ജോലികളെല്ലാം രാവിലെ തന്നെ തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തോടെ അവനെയും കൊണ്ടുപോയി വിടാം. എനിക്ക് പിന്നെ വന്നാലുള്ള കുറച്ച് പണികളേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്പാടി എഴുന്നേറ്റ് കഴിഞ്ഞാലല്ലേ അവനെ എടുത്ത് കുറച്ച് ലാളിച്ച് കൊഞ്ചി ചെന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആക്റ്റീവ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പം എന്താണെന്നറിയില്ല, എൻ്റെ പുറകൊന്നും നടക്കുന്നില്ല. സാധാരണ ഞാൻ അവൻ കുറച്ചും കൂടെ ആക്റ്റീവ് ആണെങ്കിൽ എൻ്റെ പുറകെ നടക്കും കേട്ടോ. അങ്ങനെ തൂത്തുവാരിയിടുന്ന സമയത്ത് എന്നിട്ട് നമ്മൾ ടോയ്സും അവിടെ ഇവിടെ പരക്കെ കൊണ്ടുപോയിടും. പിന്നെ സാധാരണ നമ്മൾ കിടക്കാൻ നേരത്ത് രാത്രിയിലാണെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എടുത്ത് വെക്കും. ടോയ്സൊക്കെ സൈഡിലേക്ക് എടുത്ത് വെക്കും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇതൊക്കെ സോഫയിലും അവിടെ ഇവിടെ ഒക്കെ ആക്കിയിട്ടുണ്ടാവും കേട്ടോ. ഇതൊക്കെ പെറുക്കി വെക്കലാണ് പരിപാടി. ഇന്നിപ്പം അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ കുത്തിയിട്ടുണ്ട്. അതിനുശേഷം പുട്ടും പാനിയിലുള്ള വെള്ളം ഉണ്ടല്ലോ, ചൂട് വെള്ളം, അത് ഞാൻ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്ലിയർ ആയി പോട്ടോ. അപ്പോൾ ചെറുപയർ കറിയിലേക്ക് ഞാൻ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി തേങ്ങയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കടുകൊക്കെ പൊട്ടിച്ചു. ഞാനിതാ നമ്മുടെ കരുവേപ്പിലേക്ക് ഇട്ട് അടിപൊളി കറിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഇതാ കുറച്ച് വെള്ളം ഗ്യാസിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളം നമുക്ക് ജഗ്ഗിലേക്ക് ഒഴിക്കണം. പിന്നെ അമ്പാടിക്ക് കൊണ്ടുപോകണം കുറച്ച് വെള്ളം, വാട്ടർ ബോട്ടിൽ, അതും സെറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് വെള്ളം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബ്രഷൊക്കെ ചെയ്തിട്ട് കുറച്ച് വെള്ളം, ചൂടുവെള്ളം തിളപ്പിച്ചാറ്റിയതാണ് ഇപ്പോൾ കുടിക്കുന്നത്. മുൻപൊക്കെ ആണെങ്കിൽ ഫ്രീസറിൽ കിടക്കുന്ന തണുത്ത വെള്ളം എടുത്തിട്ടാണ് കുടിക്കുക കേട്ടോ. എന്നിട്ട് എനിക്കിങ്ങനെ കഫത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാനതങ്ങ് പയ്യെ നിർത്തിയിട്ട് ഇപ്പോൾ ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്പാടിയുടെ ബ്രഷ് ചെയ്യിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. ഇച്ചിരി പ്രയാസമാണ്. ഇടയ്ക്കൊക്കെ നല്ല മൂഡിൽ ചെയ്യും കേട്ടോ. ഇന്നിപ്പോൾ അവനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറേ കുറുമ്പൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് കൊന്നിട്ട് തേക്കാത്ത പിന്നെ ഞാനിതാ പിടിച്ച് വെച്ച് തേക്കാണ്. എന്തായാലും പല്ല് തേപ്പിച്ചിട്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ രക്ഷയില്ല. കുറേ സമയം ഇങ്ങനെ പോകും കേട്ടോ അവനോട് കളിച്ചിട്ട്. പല്ല് തേക്കാൻ ഇച്ചിരി മടിയുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് നല്ല ആക്റ്റീവായിട്ട് ചെയ്യുന്നതും കാണാം കേട്ടോ, തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതാ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടച്ച് നീറ്റാക്കി വെച്ചതിന് ശേഷം വെള്ളമൊക്കെ കുടിച്ച് സെറ്റാക്കി. അപ്പോൾ അതിനുശേഷം പിന്നെ അമ്പാടിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് കരുതിക്കുക. അവന് കുറച്ചും കൂടെ ആക്റ്റീവായ പിന്നെയാണ് ഭക്ഷണമൊക്കെ കഴിക്കുക. അങ്ങനെ ഞാൻ ഇതാ പ്ലേറ്റിലേക്ക് എടുക്കുമ്പോൾ തന്നെ എന്നോട് പറയുന്നുണ്ട് TV കാണുന്നത്. അങ്ങനെ ഞാൻ ഇതാ കറിയും പുട്ടും ഒക്കെ എടുത്തു അവന് ഫുഡൊക്കെ ആദ്യം പോയിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ കാർട്ടൂണൊക്കെ വെച്ചിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. എന്നാലും സാരമില്ല, ഭക്ഷണം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം അംഗനവാടിയിൽ വിടുമ്പോൾ. അല്ലേ പിന്നെ കുഞ്ഞിന് കുറച്ച് കഴിയുമ്പോൾ വിശക്കുമെന്നൊക്കെ ആലോചിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാനും ഇതാ നേരത്തെ തന്നെ കഴിക്കുകയാണ്. അജേട്ടൻ എത്തിയിട്ടില്ല കേട്ടോ. ഇച്ചിരി ലേറ്റ് ആവും, കാരണം 8 മണിക്ക് ആ ഒരു സമയത്തൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം കഴിയും. അപ്പോൾ ഞാൻ എന്താ അവനെ കൊണ്ടുവിടണമല്ലോ. അതുകൊണ്ട് ഞാനിതാ തന്നെ ഇരുന്നിട്ട് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം അവൻ്റെ ലഞ്ച് ബോക്സ് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സിലേക്ക് പുട്ട് ഞാനിത് നൈസായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കറിയായിട്ട് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി തന്നെ, ചെറുപയർ കറി ചൂട് കുറച്ച് മാറിയിട്ട് അതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്നാക്സ് ബോക്സിലേക്ക് ഇന്നിപ്പം എന്താ പറയുക കുറച്ച് നാരങ്ങേൻ്റെ നമ്മുടെ ഇത് സെപ്പറേറ്റ് ചെയ്ത് അത് ഇട്ടിട്ടുണ്ട്. പിന്നെ പപ്പായ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പഴുത്തത് കേട്ടോ. കഴിക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല, എന്നാലും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചൂടുവെള്ളം തിളപ്പിച്ചാറ്റിയത് അത് വാട്ടർ ബോട്ടിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മുടെ ഡൈനിങ് ഹോൾ അവിടെയൊക്കെ വെള്ളം കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടുവാണ്. ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തെ കാര്യമായിട്ട് വലിയ പണികളൊന്നും ഉണ്ടാവില്ല. ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടുള്ളൂ കേട്ടോ. അങ്ങനെ അമ്പാടീൻ്റെ ബാഗൊക്കെ ഞാനിത് പാക്ക് ചെയ്തു, ടവലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഹാങ് ചെയ്ത് അവിടെ ഇട്ടതിന് ശേഷം ഞാനിത് അടുക്കള ഓൾറെഡി തൂത്തുവാരിയതാണ്. പിന്നെ ഒന്ന് തുടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഈ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ തേച്ച് കഴിയുന്ന സമയത്താണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഫ്ലോറിലൊക്കെ ആവും കേട്ടോ. അപ്പോൾ അതൊന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ ഒരുവിധം കിച്ചണിലെ ജോലികളൊക്കെ തീർന്ന്. പിന്നെ അമ്പാടീനെ ഇന്ന് കുളിപ്പിച്ചിട്ടില്ല, മേലൊന്ന് കഴുകി കൊടുത്തേ ഉള്ളൂ കേട്ടോ. ഓൾറെഡി ജലദോഷത്തിൻ്റെ ലക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുമില്ല.
അങ്ങനെ ഇന്നിപ്പം ഞാനിത് സോഫയിൽ നിർത്തിയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ മുടി ചെയ്യാനും അതേപോലെ പൗഡർ ഇടാനൊന്നും സമ്മതിക്കില്ല, ഓടിക്കളിക്കും. അവൻ്റെ പുറകെ ഓടലാണ് എനിക്ക് പണി കേട്ടോ രാവിലെ. അങ്ങനെ കുറേ ഉമ്മയൊക്കെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഞാനും റെഡിയായി. അപ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഊഞ്ഞാലാടണം എന്ന് കേട്ടോ. അവന് കറക്റ്റ് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇതാ ഞാനും അവനും കൂടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ എന്താ പറയുക ബാൽക്കണിയിൽ വന്നിട്ട് അവിടുന്ന് ഊഞ്ഞാലാടുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ മേടിച്ചിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മുൻപ് ഒന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവിടുന്ന് ഊഞ്ഞാലൊക്കെ ആടിയതിന് ശേഷം ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഏട്ടനും എത്തും കേട്ടോ. ഒരു 9:30 സമയത്തിനുള്ളിൽ ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന സമയത്ത് എന്തോ കണ്ണിമാങ്ങ നമ്മുടെ മുളകൊക്കെ തേച്ചിട്ടുള്ള വയനാട് നിന്ന് അങ്ങനെ അങ്ങാണ്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അതും മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതങ്ങനെ നോക്കിയിട്ട് ഞാൻ അവിടെ വെച്ചു. അമ്പാടിനെയും കൂട്ടി ഞാനിതാ നേരെ കടയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ, പോകുന്ന വഴിക്ക്. അപ്പോൾ അവൻ എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് കരുതി. കാരണം ഇന്നിപ്പോൾ ഫ്രൂട്ട്സ് വെച്ചതുകൊണ്ട് കഴിക്കുകയോ ഇല്ലയോ എന്ന് എനിക്ക് എന്താ പറയുക 50% ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു സമാധാനം ഇല്ലായിട്ട് ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും 50-50 ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ജെംസ് മിഠായി അങ്ങനെ 2 പാക്കറ്റ് അങ്ങാണ്ട് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കുഞ്ഞിനൊരു സന്തോഷമാണ്, എനിക്കൊരു സമാധാനമാണ് കേട്ടോ. കാരണം എന്താ പറയുക ജലദോഷവും പനിയും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പോൾ അവനും കുറച്ചൊന്ന് സെറ്റ് ആയിക്കോട്ടെ, അവനും സന്തോഷമൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനെ അംഗനവാടിയിൽ കൊണ്ടുപോയി വിട്ടു. അപ്പോഴത്തേക്കും മക്കളൊക്കെ ഇവിടുന്ന് കളിക്കുന്നുണ്ട്, കുറേ പേര് ഊഞ്ഞാലാടുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് സംസാരിച്ചു. അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്നു. പിന്നെ ഞാൻ ഒട്ടും സമയം അങ്ങ് പോക്കിയില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കിച്ചണിൽ കയറിയിട്ട് ഓൾറെഡി ഇന്നലെ കുക്ക് ചെയ്ത് വെച്ച റൈസ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് പിന്നെയും ചോറ് വെക്കേണ്ട, ഓൾറെഡി അത്രയും മതി ഞങ്ങൾക്ക് 3 ആൾക്കല്ലേ. അപ്പോൾ അത് ചൂടാക്കി വെച്ചു. പിന്നെ കറിയും പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാങ്ങ നമ്മൾ ഈ പുതുതായിട്ട് ഇന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ മുളകൊക്കെ തേച്ചിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഏട്ടൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറും കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ അതിനൊപ്പം സൈഡായിട്ട് തോരൻ വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ കർമൂസ നമ്മൾ വീട്ടിൽ ഉണ്ടായത് തന്നെ ഉണ്ട്. ഒത്തിരി പപ്പായ, കർമൂസയിലെ പപ്പായ എന്ന് പറയും. അപ്പോൾ അതിങ്ങനെ പറിച്ച് വെച്ചതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തോരനും ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഈ ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങനെ ചുരണ്ടി ഇട്ടതില്ലേ, അതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്ക് അമ്പാടിയും ഇച്ചിരി കൂട്ടും, അപ്പോൾ അത്രേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഒരു വല്യുള്ളിയുടെ ഹാഫ് എടുത്തിട്ടുണ്ട്, അതിങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. പിന്നെ ചെറിയുള്ളി ഒരു 3-4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, പിന്നെ ഇച്ചിരി പുളി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിനൊപ്പം കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഉപ്പ്, പിന്നെ 1-2 ഡ്രോപ്പ് വെളിച്ചെണ്ണ, ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ ചേർക്കാം, അത്രയൊക്കെ വേണ്ടുള്ളൂ. അടിപൊളി ചമ്മന്തിയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ ചുമ്മാ പറയുന്നതല്ല, നല്ല ടേസ്റ്റാണ്. എനിക്ക് സാധാരണ ഇതിൻ്റെ റെസിപ്പി, ഞാൻ ചമ്മന്തി എല്ലായ്പ്പോഴും അരയ്ക്കുമ്പോഴൊന്നും സൂട്ടാവില്ല കേട്ടോ. കാരണം ഞാൻ കൂടുതലും കഴിച്ചിട്ടുള്ളത് എൻ്റെ അമ്മ എനിക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ ചമ്മന്തി ഉരുട്ടി നല്ല ടേസ്റ്റി ആക്കിയിട്ടാണ് അരച്ച് തരാറുള്ളത്. അത്രയൊന്നും ടേസ്റ്റ് തോന്നിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒടുക്കത്തെയാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് എല്ലായ്പ്പോഴും ചമ്മന്തി അരയ്ക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അജിയേട്ടനെ അരച്ചെടുത്തുകൊണ്ട് പൊളി ടേസ്റ്റാണ് മക്കളെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉരുട്ടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെയാണ് കപ്പിൻ്റെ സോസറിലാണ് ചമ്മന്തി ഉരുട്ടി വെച്ചത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് വെച്ചതാണ് കേട്ടോ. പിന്നെ തൈരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞാനിതാ നമ്മുടെ പപ്പായ തൊലിയൊക്കെ കട്ട് ചെയ്ത് പീസ് ആക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ സോഡിയാക്കിൻ്റെ മിക്സർ ഗ്രൈൻഡർ ബ്ലാക്കാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അടിപൊളിയാണ് മക്കളെ. ഇതിൽ നമുക്ക് പപ്പായൊക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കില്ല, അതുപോലെ നല്ല നൈസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനുള്ള ബ്ലേഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഇതാ പപ്പായ ഇങ്ങനെ പീസ് ആക്കിയത് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് നമുക്ക് ഇതേപോലെ, ഞാൻ സവാളയൊക്കെ ഇതിലാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് കണ്ണിരിച്ചിൽ പ്രയാസങ്ങളൊന്നുമില്ല. എല്ലാം പെട്ടെന്ന് ഷടപടയെന്ന് പറഞ്ഞ് കഴിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് സവാളയും പച്ചമുളകും ഒക്കെ ഉപ്പേരിക്കുള്ളതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാനിത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് എത്ര സമയം എടുക്കും നമ്മുടെ പപ്പായൊക്കെ കട്ട് ചെയ്തെടുക്കണം. ഒരു ഫുള്ള് പപ്പായയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് ബോക്സിലാക്കിയിട്ട് എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഓരോ ദിവസം എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിലിപ്പം പപ്പായയുടെ തൈ ഉണ്ട്. അപ്പോൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഒരു 2-3 തൈ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ പപ്പായാണ് മൂക്കാൻ വെച്ചിട്ടാണുള്ളത്. പഴുക്കുമ്പോൾ പറിക്കാമെന്ന് കരുതി കേട്ടോ. അല്ലാത്ത പക്ഷം ഞാനിങ്ങനെ ഉപ്പേരിക്ക് മാത്രം എടുക്കും. അപ്പോൾ ഇടയ്ക്കിങ്ങനെ കൂട്ടി മടുക്കും കേട്ടോ. എപ്പോഴും നമ്മുടെ ഈ ഒരു പപ്പായയുടെ തന്നെ എന്നാലും ഞാൻ പറയും ഏട്ടാ എനിക്ക് മടുത്ത്
എന്നും മാറ്റി മേടിച്ച് തരുമെന്ന്. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഒത്തിരി ഉണ്ടാകുമ്പം പിന്നെ നമുക്ക് വയറ്റിനും എല്ലാം നല്ലതല്ലേ പപ്പായ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും പപ്പായയുടെ തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ളത് മാറ്റി വെച്ച് ബാക്കിയൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടായൊക്കെ അടുപ്പ് ഗ്യാസിലേക്ക് വെച്ചു. അതിലേക്ക് കടുകൊക്കെ പൊട്ടിച്ച് ഇച്ചിരി കറിവേപ്പിലയും ഇട്ടപ്പോഴത്തേക്കും ഷീന്ന് പറയും കേട്ടോ. അതിലേക്ക് നമ്മുടെ പച്ചമുളകും സവാളയും അതേപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ പപ്പായയുടെ പീസും എല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും അതിനൊപ്പം കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നല്ല കിശിന്ന് പറഞ്ഞ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുളക്, മഞ്ഞൾ, ചിക്കൻ മസാല, ഉപ്പ് ഒക്കെ ചേർത്ത് കൈവച്ച് ഞരണ്ടി കുറച്ച് നേരം മാഗ്നേറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോഴത്തേക്കും ടി വിയിൽ എന്തൊക്കെയോ ന്യൂസ് കണ്ട് ഞാൻ ഓടിപ്പോയി നമ്മുടെ ലാലേട്ടൻ വടകര എത്തിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കേട്ടോ. നൂറ്റാണ്ട് പ്രായമുള്ള സ്കൂളാണിത്. ശതാബ്ദിയുടെ ഭാഗമായി കുഞ്ഞു കുഞ്ഞു പരിപാടികൾ കുറച്ചു നാളുകളായി ഇവിടെ നടക്കുന്നു. ചെറിയൊരു പരിപാടിയിലേക്കായിരുന്നു അടുത്ത സുഹൃത്തു കൂടിയായ മോഹൻലാലിന്റെ മാസ് എൻട്രി. അങ്ങനെ കുറച്ച് സമയം ടി വിയിൽ എത്തി നോക്കിയതിന് ശേഷം തിരിച്ച് കിച്ചണിലേക്ക് ഓടിയിട്ടോ. അതിനുശേഷം പാനൊക്കെ വെച്ച് ചൂട് എണ്ണയിലേക്ക് നമ്മുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ ഉപ്പേരിയും സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോഴത്തേക്കും ഒരു ലോഡ് പാത്രങ്ങൾ നമ്മൾ സിങ്കിലേക്ക് ഇങ്ങനെ ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴുകിയെടുക്കണം. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഞാൻ ഉച്ചഭക്ഷണം കഴിക്കാണ്ട് ഞാനും അജേട്ടനേ ഉള്ളൂ. അമ്പാടി ഇനിയിപ്പം ഉച്ചക്ക് ഒരു 3:30 കഴിയുമ്പോഴത്തേക്കും അങ്കനവാടിയൊക്കെ വിട്ട് വന്ന് ഒരു നാപ്പൊക്കെ എടുത്തിട്ടാണ് വൈകുന്നേരം ഭക്ഷണം കഴിക്കുള്ളൂ കേട്ടോ. ഇടയ്ക്ക് സന്ധ്യയൊക്കെ ആവും. അപ്പോൾ ചോറ് എടുത്തിട്ടുണ്ട്. നല്ല ചൂട് ചോറായിരുന്നു കേട്ടോ. അതിനൊപ്പം നല്ല പപ്പായയുടെ തോരനും പിന്നെ നല്ല അടിപൊളി ചമ്മന്തിയും ചിക്കൻ ഫ്രൈയും പിന്നെ തൈര് എനിക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ തൈരും പിന്നെ നമ്മുടെ ദാലിൻ്റെ കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കാൻ പോവാണ്. ഞാനും ഏട്ടനും കൂടെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം കിച്ചൺ ക്ലീനിങ്ങും ഒരുവിധം കഴിഞ്ഞ് ഞാൻ അമ്പാടീനെ അങ്കനവാടി കൂട്ടാൻ പോവാണ് കേട്ടോ. ഹേ ഗായ്സ്, അപ്പോൾ സമയം ഇപ്പോൾ 3 മണി കഴിഞ്ഞു കേട്ടോ. ഞാൻ അമ്പാടീനെ കൂട്ടാൻ പോവാണ്. അപ്പോൾ ഇന്നിപ്പം നമ്മുടെ അങ്കനവാടിയിൽ ക്രിസ്മസിൻ്റെ നറുക്കെടുപ്പ് മേ ബി ഉണ്ടായേക്കാം. വിളിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചു ചെല്ലാൻ പറഞ്ഞിട്ടോ. അപ്പോൾ അജേട്ടും ഇവിടെ ഇല്ല, പുറത്ത് പോയിട്ടാണുള്ളത്. അപ്പോൾ വീടും ലോക്ക് ചെയ്ത് ചാവി എടുത്ത് ഞാൻ പോവാണ്. ഏട്ടൻ്റെ വണ്ടീൻ്റെ ആ ഒരു ഇതിൽ വീട്ടിൻ്റെ ചാവി വരുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല എത്തിക്കഴിഞ്ഞാലും. അപ്പോൾ ഞാൻ നേരെ അമ്പാടീനെയും പിക്ക് ചെയ്യണം. പിന്നെന്താ നമ്മുടെ ക്രിസ്മസിൻ്റെ പറ്റുവാണെങ്കിൽ ഇന്ന് നറുക്കെടുപ്പൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യാം. ആരാന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാമല്ലേ. അപ്പോൾ ഞാൻ വേഗം പോവാണ്. വന്നിട്ട് എനിക്ക് ചെടിയൊക്കെ നടാനുണ്ട്. 2 ചെടി അമ്മേൻ്റെ അടുത്തുനിന്ന് കഴിഞ്ഞ ദിവസം പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ചെടിയൊക്കെ നടണം. അപ്പോൾ രാവിലെ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ കാരണവശാൽ ഇങ്ങനെ നീണ്ട് പോവാണ്. അപ്പോൾ വന്നിട്ട് ചെയ്യാം. അമ്പാടീനെയും കൂട്ടാം, നറുക്കെടുക്കുകയും ചെയ്യാം. അങ്ങനെ ഞാൻ നേരെ അങ്കനവാടിയിൽ എത്തിയിട്ടോ. അവിടെ എത്തിയ പിന്നെ കുറേ പേരൊക്കെ ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊരു നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഫ്രണ്ടിനൊക്കെ മറ്റൊരു ദിവസം നറുക്കെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അമ്പാടീനെയും കൂട്ടി നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അമ്പാടി ചാവിയൊക്കെ കൊണ്ട് ഞാൻ അടയ്ക്കാന്നുള്ള രീതിയിൽ അവിടുന്ന് ലോക്കിടാൻ പോവാണ്. ഗുഡ് ബോയ്. ഇനി എങ്ങനെയാ? ഗുഡ് ബോയ്. ലോക്ക് ചെയ്യുവാവേ. ഇതിങ്ങനെ പ്രസ് ചെയ്. ഇനി അടക്ക്. തിരിക്കി. ഇന്നിപ്പോൾ ശരിക്കും ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന മോർണിംഗ് വ്ളോഗ് പോലെ എടുക്കാമെന്ന് കേട്ടോ. ഇന്നിപ്പോൾ വൈകുന്നേരമായി. അപ്പോഴത്തേക്കും ഞാൻ വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മറ്റൊരു ദിവസമാണ് കേട്ടോ ചെടിയൊക്കെ നടുന്നത്. കാരണം ഇന്നിപ്പോൾ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ എവിടെയൊക്കെ പോകാനുള്ളത് കൊണ്ട് പെട്ടെന്ന് ഞാനത് മാറ്റി. പിന്നെ മറ്റൊരു ദിവസമാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഇന്നിപ്പം ചെടിയൊക്കെ നടുന്ന ദിവസമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മടപ്പള്ളിയിലെ വീട്ടിൽ പോയ സമയത്താണെങ്കിൽ അവിടെ 2 വലിയ ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ചട്ടിയിലുള്ള ചെടിയൊക്കെ തന്നെ നമ്മുടെ നിലത്ത് നട്ടേ പിന്നെ ഈ ചട്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്തായിരുന്നു കേട്ടോ.
അപ്പോൾ വലിയ ചട്ടി ആയത് കാരണം ഒത്തിരി മണ്ണ് വേണം. അപ്പം ഞാൻ മണ്ണ് എവിടുന്നാണ് കൊത്തിയെടുക്കാമെന്ന് കരുതിയിട്ട് നമ്മുടെ ഈ എന്താ പറയുക പുറകിലത്തെ വശത്ത് നമ്മുടെ കറിവേപ്പിലൊക്കെ നട്ട സൈറ്റിലേക്ക് വന്നു കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ പച്ചപ്പുല്ല് നല്ലപോലെ പൊടിച്ചിട്ടുണ്ട്. നിലമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കൊത്തിക്കും കേട്ടോ. കൊത്തിച്ച് കഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ഇതേപോലെ പുല്ല് പൊടിക്കും, പിന്നെ രക്ഷയില്ല. അങ്ങനെ ഞാൻ നമ്മുടെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിലേക്ക് കുറച്ച് മണ്ണിങ്ങനെ കൊത്തിയെടുത്തിട്ട് ഇതിലേക്ക് കൊണ്ടുവന്ന് ചെരിയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഈ ചട്ടി പൊക്കിയിട്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടെടുക്കാൻ പറ്റില്ല കേട്ടോ, അത്ര വെയിറ്റാണ്. പിന്നെ കുറച്ചധികം മണ്ണ് വേണം, സാധാ ചട്ടിയിലും വലിയ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ പല തവണയായിട്ട് അവിടുന്ന് കൈക്കോട്ട് കൊണ്ട് കൊത്തി മണ്ണൊക്കെ, കൈക്കോട്ടാണോ പടന്നയാണ് കേട്ടോ. അപ്പോൾ പടന്ന് കൊണ്ട് കൊത്തി പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് തട്ടിയെടുത്താണ്. അതിനുശേഷം കുറച്ച് വെള്ളമൊക്കെ തളിച്ചു കൊടുത്ത് ഞാൻ കുടുവാൾ കൊണ്ട് ഇങ്ങനെ ചുവന്ന് നമ്മുടെ ഒരു തുരങ്കം പോലെ സൃഷ്ടിച്ചിട്ട് അതിലേക്ക് നമ്മുടെ എന്താ പറയുക, ഇതിന് ഒരു അടക്കേണ്ട തൈയൊക്കെ വരില്ലേ, അതുപോലത്തെ ഒരു ഇലയൊക്കെയുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, അറിയെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ എവിടെയോ പോകുന്ന വഴിക്ക് കണ്ട് മേടിച്ചതാണ്. കുറേ നാളായി. അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിലായിരുന്നു അത് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനാണെങ്കിൽ വേരൊക്കെ കൊണ്ട് ഇങ്ങനെ പൊട്ടിയിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും ചട്ടി മേടിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ അമ്മേൻ്റെ അടുത്ത് പോയ പിന്നെ അവിടുന്ന് എടുത്താണ് കേട്ടോ. പിന്നെ നമ്മൾ ആ ചെടി മേടിക്കുന്ന കൂട്ടത്തിൽ നമ്മളൊരു എന്താ പറയുക ചെക്കീൻ്റെ ചെടിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇതിൽ ഇതുവരെ പൂവ് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ 2 ചട്ടി ഉണ്ടല്ലോ, അപ്പോൾ ഏതായാലും ഇതിലേക്ക് ഇതും വെച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ 2 ചെടിച്ചട്ടിയിലേക്കും 2 സെപ്പറേറ്റ് ചെടികൾ ഇങ്ങനെ നട്ട് കൊടുക്കുന്നുണ്ട്. അമ്പാടി അവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാര്യമായിട്ട് ചെടിയൊക്കെ നടുകയാണ്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ചെടിയുടെ സംരക്ഷണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുവിധം ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെ മുൻപ് ഞാനിപ്പം അധിക നാളായിട്ടൊന്നുമില്ല ചെടിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസുള്ള ചട്ടി ആയതുകൊണ്ട് നല്ല വൃത്തിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ മുൻപൊക്കെ കുറച്ച് ദിവസം മുന്നേ ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ അവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പുട്ടിയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ പെയിൻ്റ് അടിക്കുന്ന സമയത്താണെങ്കിൽ ഏട്ടൻ ചെടിച്ചട്ടി ഒന്നും മാറ്റാതെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മൊത്തം ചെടിയിലൊക്കെ തന്നെ ഇലയിലൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു വൈറ്റ് പെയിൻ്റായി കിടപ്പുണ്ട്. അമ്പാടി ഇതാ എൻ്റെ പുറകെ നടന്നിട്ട് ലാസ്റ്റ് ഇതാ റോസാപ്പൂവൊക്കെ ഇങ്ങനെ കയ്യിലേക്ക് പിടിച്ച് മണത്ത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അവിടെ ചെടീൻ്റെ അടുത്തൊക്കെ ഞാൻ ഇങ്ങനെ ചിലവഴിച്ചു കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ചെടി. ഇതൊക്കെ ഞാൻ ഇപ്പോൾ വളരെ കുറച്ചായിട്ടേ ഉള്ളൂ ചെയ്തിട്ട്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ പച്ചമുളക് കുറേ ഇലയൊക്കെ ഇങ്ങനെ പുഴു അരിച്ച പോലെ, എന്താണെന്നറിയാലോ, ചെറിയൊരു വെള്ള പ്രാണി പോലെയാണെന്ന് തോന്നുന്നു കേട്ടോ. അതൊക്കെ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ മാറ്റം വന്നിട്ടുണ്ട്. ഇതാ നമ്മൾ പുട്ടിയിടുന്ന സമയത്ത് അതിലൊക്കെ ആയതാണ്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇല ഞാൻ മാറ്റി കൊടുക്കുമായിരുന്നു. ആ ചേട്ടൻ ഒപ്പിച്ച് വെച്ച പണിയാണ് കേട്ടോ. ഇതിപ്പോൾ ഇനിയിപ്പോൾ എന്താവും അറിയില്ല, ഇതിങ്ങനെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് വരാം. ടാറ്റ, ബൈ ബൈ.